ഗുഡ് ഈവനിങ് വ്യൂവേഴ്സ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റെഡ് സോസ് പാസ്തയാണ്. നമുക്കുണ്ടാക്കാം. നമ്മൾ അടുപ്പ് കത്തിക്കാൻ പോവാം കേട്ടോ. അടുപ്പ് കത്തിച്ചു. ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അതിനകത്തിലേക്ക്. ഇത് വെള്ളം ചൂടായിട്ടുണ്ട് നമ്മൾ ആദ്യം വെച്ച്. അപ്പോൾ നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം അതിനകത്തിലേക്ക്. നമുക്ക് പാസ്ത ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ടൊമാറ്റോ പീൽ ചെയ്ത് എടുക്കണം. അത് നമുക്ക് വേറൊരു പാൻ വെച്ച് അതിനകത്തിൽ വെള്ളം ഒഴിച്ച് ടൊമാറ്റോ അതിനകത്ത് ഇട്ട് അത് തണുപ്പിച്ച് പീൽ ചെയ്ത് നമുക്ക് മിക്സിയിൽ അതൊന്ന് അരച്ചെടുക്കണം. അത് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പുറത്തെ അടുപ്പും കൂടെ കത്തിച്ച് അത് ടൊമാറ്റോ ഇട്ട് വയ്ക്കാവേ. തക്കാളി 4 മുറിച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഇത് ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പീൽ ചെയ്യാം. തിളച്ച് ആറിക്കഴിയുമ്പോൾ ഓൾറെഡി നമ്മുടെ പാസ്ത വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഇതിനകത്തിലേക്ക് ഒഴിച്ച് തണുത്ത വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ വാഷ് ചെയ്തെടുക്കാം. നമുക്ക് തുറന്നു നോക്കാം. ഞാൻ ടൊമാറ്റോ എല്ലാം പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അരച്ചെടുക്കാം. ഞാൻ അടുപ്പ് കത്തിച്ച് കുറച്ച് ഓയിൽ ഇതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കേട്ടോ, അത്രയേ ഉള്ളൂ. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് സവാള, കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടാവേ. 1 സ്പൂൺ ഇല്ല കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി, ടീസ്പൂൺ മുളക് പൊടിയും 1 ചെറിയ സ്പൂണ്. അരച്ച് വെച്ച തക്കാളി സോസ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം അതിനകത്തിലേക്ക്. ഈ പാസ്ത ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പാസ്ത വേവിച്ച വെള്ളമുണ്ട്, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കാം അതിനകത്തിലേക്ക്. കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാവേ. ബേസിൽ പൗഡറും കൂടെ ഇട്ട് കൊടുക്കാവേ. നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് കഴിച്ച് കാണിക്കാം. ചൂട് ഭയങ്കരമാണ്, അതുകൊണ്ടൊരു ശകലവേ ഞാൻ എടുത്തിട്ടുള്ളൂ. കഴിച്ച് കാണിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.